ഹേ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ഡേയ്സ് കൂടിയിട്ടാണ് നമ്മുടെ ലോങ് വീഡിയോസ് ചെയ്യുന്നത്. ലോങ് ഒന്നും പറയാനില്ല, ജസ്റ്റ് ഒരു കട്ട്സ് വീഡിയോസ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇന്ന് വേറെ ഒന്നുമല്ല കുക്ക് ചെയ്യുന്നത്, ഒരു കാഷ്നട്ട് മിൽക്ക് ഷേക്കാണ്. ഒരു നൈറ്റിൽ നമുക്കൊരു ബൂതി, അതായത് ഇന്നൊരു കാഷ്നട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ എന്ന്. പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, ഉള്ളതൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് ഷേക്ക്. അപ്പം നമുക്ക് വീഡിയോയിൽ തുടക്കം തന്നെ കാണുന്നത് കാഷ്നട്ടാണ്. കാഷ്നട്ടാണ് അതിനകത്ത് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ കട്ടപ്പാല്, പിന്നെ നമുക്ക് ബൂസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ബൂസ്റ്റൊക്കെ തീർന്നിരിക്കുകയാണ്. ബട്ട് നമ്മളുള്ള ഡയറി മിൽക്ക് ഇതൊക്കെ വെച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഷേക്കാണ്. അപ്പോൾ ഫ്രീസറിനകത്ത് നമ്മളിരിക്കുന്ന നല്ല കട്ട മിൽക്ക് എടുക്കുക. പിന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ട്, വാനിലയുടെ ഫ്ലേവർ. ഒരു അത്യാവശ്യം നല്ല ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഡയറി മിൽക്ക് വെച്ച് കണ്ടപ്പോൾ തന്നെയാണെന്ന് ഷേക്ക് അടിക്കാൻ തോന്നിയത്. അപ്പം നമുക്ക് ഡയറി മിൽക്ക് എല്ലാം നമ്മളെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം സമയം ഇപ്പം 11:20 11:20 നമ്മളിപ്പോൾ 11:15 സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ്. ആക്ച്വലി നമുക്ക് എത്ര ടൈം എടുക്കും ഒരു ഷേക്ക് ഉണ്ടാക്കാൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ടൈം കാണിച്ചത്. പറഞ്ഞു പോകുന്നു. ജസ്റ്റ് നമ്മൾ വീഡിയോയോട് ഫോക്കസ് ചെയ്യാം. അപ്പം നമ്മൾ കട്ടപ്പാൽ നന്നായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഒരു പാനിലോട്ട് മാറ്റാണ്. ഇവിടെ മിൽക്കൊക്കെ പാലുണ്ടാക്കുന്ന പാത്രമുണ്ട്, ആ പാത്രത്തിനകത്തേക്കാണ് ഞാൻ മാറ്റുന്നത്. അപ്പം നമുക്ക് അതിനകത്തേക്ക് നല്ല കട്ടയായിട്ടിരിക്കുവാണ്, അത് നമുക്ക് പൊട്ടിക്കണം ആ കട്ട ആയേക്കണത്. ആക്ച്വലി ഞാൻ നല്ലപോലെ അത് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ കത്തിയുടെ ബാക്ക് വശമില്ലേ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് വെച്ചിട്ട് ഇടിച്ചാണ് ഞാൻ പൊട്ടിക്കാന്ന് ഓർത്തത്. അത് വെച്ച് ഇടിച്ചപ്പോൾ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അത്യാവശ്യം ഒത്തിരി സ്ട്രോങ് ആയിട്ട് കട്ടിയായിട്ടില്ല, ഉള്ള നന്നായിട്ടുള്ള രീതിയിൽ കട്ടിയായിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഇടിച്ചതിന് ശേഷം മിക്സിയിലോട്ട്, നിങ്ങളിപ്പോൾ എല്ലാവരും പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. എന്നിട്ടത് പൊട്ടി, എന്നിട്ട് നമുക്കിപ്പം മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റുവാണ്. പിന്നെ ഡയറി മിൽക്ക് ഇവിടെ 4 ഉള്ളത്. ഞാൻ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ആവണ്ടേ. കട്ട മിക്സിനകത്തേക്ക് തണുപ്പ് ഒത്തിരി ആയാലും ചൂട് ഒത്തിരി ആയാലും നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ജാറ് പെട്ടെന്ന് ഹീറ്റ് ആവുന്നതാണെങ്കിൽ ഹീറ്റിനും പ്രശ്നം ഉണ്ടാവും, അതുപോലെ തന്നെ കോൾഡ് ആയാലും അതിനും പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മൾ സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മിക്സിയുടെ അകത്തോട്ട് ഫില്ല് ചെയ്ത്, രണ്ടായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ആദ്യം ഒറ്റ ഫില്ലിങ്ങിലല്ല, പിന്നെ 2 ഫില്ലിംഗ് ആയിട്ടാണ്. അതിൻ്റെ അകത്തോട്ട് കാഷ്നട്ട് ഇടുക. പഞ്ചസാര ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കാഷ്നട്ട് ഇടുന്നത്. പഞ്ചസാര ഞാൻ 3 ടീസ്പൂണാണ് ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മധുരം ഉണ്ടാവുമല്ലോ, അതനുസരിച്ച് ഇട്ടോളുക. ഞാൻ ഇങ്ങനത്തെ ഒരു തവ വെച്ചിട്ടാണ് ഇടുന്നത്. അത്യാവശ്യം വലിയൊരു തവ ആയതുകൊണ്ട് എനിക്കൊരു 3 ടീസ്പൂൺ മതി. പിന്നെ അത്യാവശ്യം നല്ലോണം കാഷ്നട്ട് ഇട്ട് കൊടുക്കുക. കാഷ്നട്ട് ഇട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിട്ടാലും മതി. ലാസ്റ്റ് ഇത് സെപ്പറേറ്റ് ആയിട്ട് അടിച്ചൊന്ന് ജസ്റ്റ് മെഷ് ചെയ്തിട്ട് എടുത്താലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇതിൻ്റെ കൂടെ ഇട്ടില്ലെങ്കിലും കുറച്ച് കടിക്കാൻ കിട്ടും നമുക്ക്. അപ്പം ഒറ്റൊരു പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഞാൻ കുറച്ച് ഡയറി മിൽക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നല്ലോണം മിക്സിനകത്ത് ആക്കിയതിന് ശേഷം, അപ്പം നല്ല കോൾഡായിട്ടിരുന്ന ഫ്രിഡ്ജിനകത്തിരുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ പതുക്കെ നിർത്തിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊരു പേടിയുണ്ട്, കാരണം കുറേ കേസസൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, മിക്സി പൊട്ടിത്തെറിക്കുക അങ്ങനെയൊക്കെ ഉള്ളത്. നമുക്ക് സേഫ്റ്റി ആണല്ലോ മുഖ്യം. അപ്പോൾ ഗൈസ്, അത് ഒരു തവണ അടിച്ച് അതിൻ്റെ മുകളിലോട്ട് ഞാൻ വീണ്ടും ബാക്കിയിരിക്കുന്നതും കൂടെ ഫില്ല് ചെയ്തിട്ടാണ് അടിക്കുന്നത്. എന്നിട്ട് കുറച്ചും കൂടെ കാഷ്നട്ട് ഞാൻ ഇട്ടായിരുന്നേ. അടിച്ചതിന് ശേഷം ഞാൻ അതൊരു പിന്നെ വേറൊന്നുമില്ല, 3 ഗ്ലാസ് എടുത്ത് എനിക്ക്, ഉമ്മിക്ക്, ഇക്കുന്, ഞങ്ങൾക്ക് 3 പേർക്കായിട്ടാണ് 3 ഗ്ലാസ്സിനകത്തേക്ക് ഫില്ല് ചെയ്യുക. ആദ്യം ഞാൻ ഒഴിച്ചപ്പോൾ വെള്ളം പോലെയൊക്കെയാണ് വരുന്നത്. അതിനെപ്പോഴേക്കാണ് കട്ടയായിട്ടുള്ളത് അടിയിൽ കിടന്നിട്ട് മേളിലുള്ള വെള്ളം ആദ്യം വന്നു. അപ്പം അതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് ആക്ച്വലി എനിക്കിതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആക്ച്വലി നമുക്ക് ഷേക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന കാര്യം. നമുക്ക് നോമ്പിൻ്റെ സമയത്തൊക്കെയാണ് ഡെയിലി ഷേക്ക് കൂടി തന്നെയാണ്. പിന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞ് പോണ വീട്ടിൽ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഫുഡിൻ്റെ കാര്യം. നമ്മുടെ വീട്ടിൽ നമുക്ക് ഉമ്മമാരാണെങ്കിലും അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അവരുള്ളപ്പം, ഉമ്മമാരുള്ളപ്പം നമുക്ക് അവർ തന്നെയായിരിക്കും കുക്ക് ചെയ്തൊക്കെ തരുന്നത്. ബട്ട് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പം, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു ലൈഫ് സ്റ്റൈലാണ്. നമ്മളായിരിക്കും മെയിൻ കുക്ക്. ഇവിടെ ഉമ്മയാണേ ഇപ്പം വാനില നമുക്ക് ഇട്ടതാണ്
ഐസ്ക്രീം. ഐസ്ക്രീം കുറച്ച് ലൂസി ആയിട്ടാണ് ഇരിക്കുന്നത്, കട്ടയായിട്ടില്ല. ഫ്രീസർ ഓഫായിരുന്നു തോന്നുന്നു. അപ്പം 3 ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നോക്കിയിട്ട് എൻ്റെ ഷേക്കാണ് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത്. ബാക്കി അങ്ങ് സൈഡിൽ ഇരിക്കുന്നത് ഉമ്മിയുടെ, നടുക്കിരിക്കുന്നത് ഇക്കുവിൻ്റെ. ഞങ്ങളുടെ 3 പേരുടെ ഷേക്ക്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗായ്സ്, ഇപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് 11:15-നാണ്. അപ്പോൾ നമുക്ക് ഫിനിഷായിട്ട് ഷേക്ക് കിട്ടിയത് 11:36. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യും. വീണ്ടും ഞാൻ പറയാം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇനിയുള്ള ഒരു വീഡിയോ കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.